ഹലോ. അപ്പോൾ ഈ ഒരു ടാസൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 6 ഇഞ്ച് നീളത്തിലും അതുപോലെ തന്നെ 3 ഇഞ്ച് വീതിയിലും വരുന്ന ഒരു പീസ് തുണിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പിന്നെ ദേ ഇതുപോലെ ഒരു ലേസും കൂടി ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ലേസ് കണ്ടില്ലേ, ഈ ഒരു 3 സൈഡും നമുക്കൊന്ന് ഈ ഒരു ലേസ് ഒന്ന് അടിച്ച് എടുക്കാം കേട്ടോ. അടിച്ചത് കണ്ടില്ലേ, ഈ ഒരു എൻഡ് എത്തുമ്പോൾ കറക്റ്റ് ലേസ് ഇങ്ങോട്ട് മടക്കി കൊടുക്കുന്ന ആ പോർഷനും കൂടി ഒന്ന് മടക്കി വെച്ചിട്ട് അടിച്ചെടുക്കണം കേട്ടോ. സൂചി കുത്തി വെച്ചിട്ട് വേണം കേട്ടോ നിങ്ങൾ ആ സമയത്ത് തിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കി വെച്ചിട്ട് അടിക്കുക. അപ്പോൾ ഇതുപോലെ നമ്മൾ 3 സൈഡ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ കറക്റ്റ് സെൻറ്ററിലോട്ട് ഇതുപോലെ നമ്മൾ ഈ ത്രെഡ് വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കറക്റ്റ് സെൻറ്ററിലായിട്ട് തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് കണ്ടില്ലേ, ഈ ഒരു പോർഷൻ കൂടി ഒന്ന് നമ്മൾ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ത്രെഡിൻ്റെ അവിടെ ഒന്ന് നന്നായി ലോക്ക് ചെയ്ത് കൊടുക്കണേ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഈ ഒരു സൈഡ് കൂടി അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ബാക്കി നിൽക്കുന്ന ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക. ഇനി നമുക്ക് മറിച്ചിട്ട് എടുക്കാം കേട്ടോ. ഇതുപോലെ നമ്മൾക്ക് ഇതൊന്ന് മറിച്ചെടുക്കുക. ഈ ത്രെഡ് ഒന്ന് പിടിച്ച് ഇതുപോലെ ഒന്ന് വലിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നല്ല വൃത്തിയിൽ കറക്റ്റ് ത്രെഡ് നല്ലതിൽ കെട്ടിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് ഇതിൻ്റെ ഈ അടിവശം കൂടി ഒന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ. ഇതിൻ്റെ അടിവശം കൂടി ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനുള്ളിലോട്ട് ചെറിയ കട്ട് പീസൊക്കെ ആക്കിയിട്ട് വേണമെങ്കിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ചെയ്ത് കൊടുക്കുന്നില്ല, നിങ്ങൾ വേണമെങ്കിൽ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. എന്നിട്ട് നമുക്കത് ഈ ഒരു സൈഡിൽ കൂടെ നമുക്കിതൊന്ന് അടിച്ച് എടുക്കുക. കറക്റ്റ് സൂചി കുത്തി നിർത്തിയിട്ട് വേണം കേട്ടോ ഇങ്ങോട്ട് അടിക്കാൻ. ഓക്കെ, അപ്പോൾ ഇത്രേ വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ മോഡൽ ഇഷ്ടപ്പെടുമെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഇത് നമുക്ക് വേണമെങ്കിൽ ഫ്രോക്കിൻ്റെ വള്ളിയിലൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ, തുമ്പത്തായിട്ട്. അതുപോലെ തന്നെ നമുക്ക് പട്ടുപാവടയുടെ സ്കേർട്ടിൻ്റെ ഇതിലൊക്കെ ആക്കി വെച്ച് കൊടുക്കുക, ലെഹങ്കയിലൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ.